വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലോക സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിലെ നായകന്മാരെന്ന് പറയാവുന്ന ആൾക്കാർ കൊണ്ടാടുന്നതും എല്ലാം കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ കേരളത്തിലെന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാൾ മാർക്കേസ് ആയിരുന്നു. അതിനുശേഷം എൻ്റെ ധാരണയായത് തെറ്റിദ്ധാരണയോ അറിയില്ല, അങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അത് ഹെമിംഗ്വേ പറ്റിയിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനാൽ ആദ്യം ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷയായി ഔദ്യോഗിക ജീവിതത്തിലും മലയാളത്തിൻ്റെ അധ്യക്ഷയായ സരസ്വതി ബാലകൃഷ്ണൻ ടീച്ചറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിലെ മുഖ്യ പ്രഭാഷകനായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ തൃശ്ശൂരിലെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തിലൊക്കെ നിറസാന്നിധ്യമായ പി വി കൃഷ്ണൻ മാഷെ സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് വളരെ പ്രസിദ്ധനായ മൂസക്കുട്ടി മാഷാണ് ഇവിടെയുള്ളത്. നമ്മുടെ ഒരു കീഴ്വഴക്കനുസരിച്ച് വിവർത്തകർക്ക് ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ എക്സ്ട്രാ റോളോ ഒക്കെയാണ് അനുവദിച്ച് നൽകിയിട്ടില്ല. പക്ഷെ മൂസക്കുട്ടി മാഷ് അതിൻ്റെ നായകസ്ഥാനം തന്നെ അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഈ ഹെമിംഗ്വേ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കൊണ്ട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച വിനോദ് മാഷ്, അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നന്ദി പ്രകടനത്തിന് രാജലക്ഷ്മിമാരി എഴുത്തുകാരിയും വിവർത്തകയൊക്കെ ആയ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമ്മുടെ വിഷയത്തിനെ പറ്റി രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ഹെമിംഗ്വേ ജനിക്കുന്നത് 1899 അതായത് 899 അല്ലല്ല 1899 അതായത് നമ്മുടെ വിക്ടോറിയൻ ഇറ അടിച്ചു തകർത്ത് ഒരു പരുവത്തിലായ ഒരു സാഹചര്യത്തിലാണ്, അതിൻ്റെ അന്ത്യഘട്ടത്തിലായി. അതേസമയം ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി, എന്നാൽ വരുന്നത് മഹാദുരന്തങ്ങളാണെന്നറിയാതെ വലിയ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഹെമിംഗ്വേ ജനിക്കുന്നത്. ഈ ദുരന്തത്തിൽ കൂടിയെല്ലാം അദ്ദേഹം കടന്നുപോയി. അപ്പോഴേക്കും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും എല്ലാം തകർന്നുപോയി. ഒന്നും ശാശ്വതമല്ല, ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിൽ ലോകം എത്തി നിൽക്കുകയാണ്. ഇവിടെ അസ്തിത്വവാദം വന്നു, പല എല്ലാം തച്ചു തകർക്കുന്ന യുവജനതയുടെ ഒരു വലിയ മുന്നേറ്റം നടന്നു. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഒരു വിധത്തിൽ ഹെമിംഗ്വേ എന്ന് പറയാം. കാരണം ഈ വല്ലാത്തൊരു ശൂന്യത, സാംസ്കാരിക പൊളിറ്റിക്കലോ ഒക്കെ ആയിട്ടുള്ള ശൂന്യതയിൽ നിന്ന് അത് തച്ചു തകർക്കാൻ വേണ്ടി സ്വയം മുന്നിട്ടിറങ്ങി. മനഃപൂർവ്വം എല്ലാറ്റിലും എന്താ പറയുക, ഒരു ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ള പോലെ എല്ലാറ്റിലും ഭയങ്കര കുടഞ്ഞെഴുന്നേൽക്കുന്ന പോലെ അദ്ദേഹം ജീവിച്ചു. സാഹിത്യത്തിലാണെങ്കിൽ എല്ലാ ആടാഭരണങ്ങളും തച്ചു തകർത്ത് കളഞ്ഞ്
സിമ്പിളായിട്ട്, അതായത് ഡിസെപ്റ്റീവ്ലി സിമ്പിൾ എന്ന ഒരു ശൈലിയിൽ അദ്ദേഹം ഒരു വലിയൊരു മുന്നേറ്റമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയധികം പ്രസിദ്ധി നേടിയതും ശ്രദ്ധിക്കപ്പെട്ടതും. അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്, എല്ലാ സമയത്തും അങ്ങനെയാണ്. ഇപ്പൊ ഷേക്സ്പിയർ വരുമ്പോഴും, നമ്മുടെ റൊമാൻറ്റിസിസത്തിൽ വേർഡ്സ്വർത്ത് വരുമ്പോഴും, ചാൾസ് ഡിക്കൻസിന്റെ നോവലുകൾ വരുമ്പോഴും ഒക്കെ അതാണ്. ഒരു ബ്രേക്ക് വരുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടും. അതുപോലെ തന്നെ ഹെമിംഗ്വേ ഇന്നും ഈ നമ്മുടെ സാഹിത്യകൃതികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ശൂന്യത അദ്ദേഹത്തിന് എപ്പോഴും വേട്ടയാടിയിരുന്നു. നമ്മുടെ യൂറോപ്പിലെ അസ്തിത്വവാദം, കമ്മും സാർട്രെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തില് അമേരിക്കയുടെ അതിനുള്ള യൂറോപ്യൻ അസ്തിത്വവാദത്തിന്റെ അമേരിക്കയുടെ മറുപടിയായിരുന്നു ഹെമിംഗ്വേ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നേരെ ഓപ്പോസിറ്റിലാണ് അദ്ദേഹം പോയത്. എല്ലാ കാര്യത്തിലും പിന്നെ യുദ്ധം, കാളപ്പോര്, നായാട്ട്, മീൻപിടുത്തം, ഇങ്ങനെ പര്യവേഷണം, അങ്ങനെ എല്ലാത്തിലും ഗാഠമായിട്ട് ഏർപ്പെട്ട് അവസാനം അദ്ദേഹം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ പിന്നെ വസ്തുതാപരമായിട്ട് അദ്ദേഹം കെനിയയില് 2 വിമാനാപകടത്തിൽപ്പെട്ടു. ആകെ ക്ഷീണിതനായി, അങ്ങനെയാകെ ശരീരം താൻ വിറ്റ മനസ്സിനൊപ്പം വരാതെയായപ്പോൾ അദ്ദേഹത്തിന് ഡിപ്രഷൻ ഉണ്ടായി. അവസാന കാലത്ത് പിന്നെ മാനസികാരോഗ്യ ചികിത്സയൊക്കെ തേടി. എങ്കിലും നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ശൂന്യതയുടെ ഒരു ബഹിസ്ഫുരണമായിരുന്നു. ഈ എല്ലാ കാര്യത്തിലും ചെന്ന് ഏർപ്പെടുത്ത് ഒരു വീരനായകനാവുന്ന ഈ വേഗത്തിനെ അതിജീവിക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു. ആ എഴുത്തും അതുപോലെ വളരെ സിമ്പിളായിട്ട്, അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വരുന്ന ഈ ബെസ്റ്റ് സെല്ലറുകളുടെ ഒക്കെ മുൻഗാമി ഹെമിംഗ്വേ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെടും, ആസ്വദിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി.